ഭക്ഷണം ചുരുക്കിയവരിൽ നിന്ന് മാത്രമേ വലിയ ചിന്തകൾ വന്നിട്ടുള്ളൂ എന്നാണ്. ഇപ്പോൾ വലിയ വലിയ ചിന്തകൾ വന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാം, മാലിക് ഇമാം, അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ തീറ്റപ്പണ്ടാരങ്ങളിൽ നിന്ന് വലിയ വലിയ ചിന്തകൾ ഒന്നും ലോകത്തിന് കിട്ടിയിട്ടില്ല. ഒലങ്ങനെ തിന്നു കുടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നേ ഉള്ളൂ. വയറ് കാലിയായവരിൽ നിന്ന് മാത്രമേ ലോകത്തിന് എന്തെങ്കിലും സംഭാവനകളും സന്ദേശങ്ങളും ലഭിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭക്ഷണം ചുരുക്കുക, ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുക, അതുപോലെ സുന്നത്തുകൾ ധാരാളമാക്കുക. ഇങ്ങനെയുള്ള 8 കാര്യങ്ങളിൽ എല്ലാവരും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മൾ വിചാരിച്ചാൽ നബിയാകുക എന്നുള്ളതിൻ്റെ താഴെയുള്ള ഏതും അധ്വാനിച്ചാൽ നേടാം. വലിയാകാം, സ്വാലിഹാകാം, ആബിദാകാം, ആലിമാകാം. നബി ആവാൻ കഴിയൂല. അത് അള്ളാഹുവിൻ്റെ ഇസ്തിഫാ ആണ്. അപേക്ഷ കൊടുത്താൽ കിട്ടൂല. ഒരാൾ 1000 റക്അത്ത് നിസ്കരിച്ചാൽ നബിയാകാൻ പറ്റൂല. അത് ഒരിക്കലും നടക്കൂല. അതിൻ്റെ താഴെയുള്ള ഏത് ദർജയും നമുക്ക് അധ്വാനിച്ചാൽ നേടാൻ പറ്റും. വറകട്ടേറിൻ്റെ മകന് വലിയാകാം എന്നതിൻ്റെ തെളിവാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മൂപ്പരെ മോശാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാണെങ്കിൽ അങ്ങനെ പറയണം, അതുകൊണ്ട് പറഞ്ഞതാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ വാപ്പ അബൂ സാലിഹ് കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്ന് അത് വിൽപ്പന നടത്തി റൊട്ടി വാങ്ങിക്കഴിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അബൂ സാലിഹ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അറബി മുൻഷിൻ്റെ മകന് വലിയാകാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് അത്തിപ്പറ്റ ഉസ്താദ്. അതുകൊണ്ട് ആർക്കും നേരാകാൻ പറ്റും. വാപ്പ ഖുറൈശിയാകേണ്ട ആവശ്യമൊന്നുമില്ല. മകന് മൗലിയരാവാൻ, ആലിമാകാൻ, ആബിദാകാൻ, സ്വാലിഹാവാൻ, വലിയാകാൻ, ദുആക്ക് ഇജാബത്തുള്ളവനാവാൻ, ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എന്നത് മനസ്സിലാക്കുക. അധ്വാനിച്ചാൽ നേരാൻ കഴിയാത്ത ഒരു കാര്യമില്ല. നന്നായി അധ്വാനിക്കുക. അധ്വാനിക്കാൻ തയ്യാറുള്ളവൻ, ജുഹുദ് പരിശ്രമം ചെയ്യാൻ തയ്യാറുള്ളവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ കാര്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരും നല്ല ചിന്തയുള്ളവരുമായി തീരണം. ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകി എന്നുള്ളത് അല്ലാഹ് നമ്മളോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാരുണ്യമാണ്. എല്ലാവർക്കും ആ ഭാഗ്യം കൊടുത്തോണമെന്നില്ല. ഒരു മനുഷ്യനെ അല്ലാഹു അവൻ്റെ ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചു എന്നത് അവനെ അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ച ഒരാൾ ഇന്നെക്കൊണ്ട് ഇപ്പം അങ്ങനെ ഖൈറൊന്നും വിചാരിക്കേണ്ട, ഞാൻ പോവുകയാണ് പറഞ്ഞാണ്ട് പോകരുത്. നല്ലത് കേടെന്നാൽ ഏറ്റവും മോശമാവും. നാട്ടിൽ കല്യാണമുള്ള സമയത്ത് പള്ളിൻ്റെ മൂത്രപ്പരയിൽ ചെന്ന് നോക്കിയാൽ ദുർഗന്ധത്തിൻ്റെ റേഞ്ച് ഒന്നുകൂടി കൂടും. കാരണം എന്താ വെച്ചാൽ ബിരിയാണി കേടുന്നതാണ്. അതുകൊണ്ടാണ് ആ പ്രശ്നം. നല്ല കേടെന്നാൽ വളരെ മോശമായി. അപ്പോൾ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ കേസിലും ബർക്കത്തിനൊന്ന് മാപ്പിള ഉണ്ടാവുമല്ലോ. കള്ളുടിച്ചതാണെങ്കിലും വ്യഭിചരിച്ചതാണെങ്കിലും പെണ്ണുണ്ടായതാണെങ്കിലും മയക്കുമരുന്ന് വിറ്റതാണെങ്കിലും ഒക്കെ അങ്ങനെ പേപ്പറിലെടുത്തിട്ട് ഇങ്ങനെ പേര് നോക്കിയാൽ കണ്ണീരട്ടാതിരിക്കാൻ ഒന്ന്, പിന്നെ അറബിയിലുള്ള പേരുണ്ടാവും അതിൽ. അതിൻ്റെയൊക്കെ പിന്നിലെ ചരിത്രം നോക്കിയാൽ യത്തീങ്ങാനെന്ന് ചാടിപ്പോയത്, ബോർഡിങ്ങിൽ നിന്ന് ചാടിയത്, ദർസിൽ നിന്ന് ചാടിയത്, അങ്ങനത്തെ സാധനങ്ങളേക്കാരം. അത് നല്ലത് കേടെന്നാൽ പറ്റ മോശമായി. നല്ല കേടെന്ന അപ്പോൾ ഏതായാലും ഇതിൽ ഇറങ്ങിയൊരു ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്തിരിയാൻ പാടില്ല. വക്കുവെത്തിയിട്ടേ നിർത്താൻ പറ്റുള്ളൂ. വക്കുവെത്തിയിട്ടേ നിർത്താൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു വക്കുവെത്തിയിട്ട് അതൊരു ഓരോ വിഷയങ്ങൾക്കും ഓരോ പരിസമാപ്തി ഉണ്ടെന്നാണ്. അപ്പോൾ ആ സമാപ്തിയിലെത്തിയതിന് ശേഷം നിൽക്കാവൂ. വൈക്കന്ന് ഇറങ്ങിപ്പോയാൽ അത് വലിയൊരു കുരുത്തക്കേടാവും. അതുകൊണ്ട് ആരും വൈക്കത്തിന് ഇറങ്ങുകയോ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത്. ഇലാഹിയായ ഒരു വഴിയിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇലാഹിയായ ഈ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. കുരുത്തുള്ള എല്ലാ സാധനങ്ങൾക്കും കുരുത്തക്കേടുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും വലിയതിൻ്റെ കുരുത്തക്കേട് വാങ്ങിയാൽ ഏറ്റവും വലിയ കുരുത്തം കെട്ടവനാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വഴിയിൽ തന്നെ എല്ലാവരും ഉറച്ചു നിൽക്കണം. സുന്നത്തായ അമലുകൾക്ക് പ്രാധാന്യം നൽകണം. ഏത് വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. ബുദ്ധി വികസിക്കാനും നന്നായി ഇൽമ പഠിക്കാനും 6 സമയം പല്ലേക്കണമെന്ന് മുൻഗാമികളായ ഉസ്താദുമാർ പറയാറുണ്ട്. 6 സമയം പല്ലേക്കണമെന്ന 5 നിസ്കാരത്തിൻ്റെ ഒപ്പം തേക്കണം, രാത്രി കടന്നുറങ്ങുന്ന സമയത്തും തേക്കണം. 6 സമയം പല്ല് തേച്ചാൽ നന്നായി ഇൽമ പഠിയും, നല്ലോണം ബുദ്ധി വികസിക്കും. പല്ലും ബുദ്ധിയും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ് മുൻഗാമികളായ ഗുരുനാഥന്മാർ ഉസ്താദന്മാർ പറഞ്ഞു തരാറുള്ളത്. മുത്തല്ലിമീങ്ങൾ എപ്പോഴും ഒതുണ്ടാക്കാൻ പോകുമ്പോൾ ബ്രഷേറ്റാണ് പോകൽ. അങ്ങനെ ഒന്ന് പല്ല് വെച്ചതിൻ്റെ ശേഷമാണ് ഒതുണ്ടാക്കൽ.
അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സൂക്ഷിക്കാം. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നന്നായി കയ്യും കാലൊക്കെ ഒന്ന് തേച്ച് ഒരു ഓതൊക്കെ ഉണ്ടാക്കിയിട്ട് വിരിപ്പ് നന്നായി വിരിച്ചതിന് ശേഷം ദിക്റും ദുആയൊക്കെ പതിവിനനുസരിച്ച് ചുരുങ്ങിയ നിലയിലെങ്കിലും ചൊല്ലിയിട്ട് അതിൽ കടന്ന് സുഖമായി ഉറങ്ങി രാത്രി നേരത്തെ എഴുന്നേറ്റ് സുബീൻ്റെ ശേഷം കിതാബുമ്മ തല വെച്ചിട്ടും ഉറങ്ങരുത്, വെക്കാതെ ഉറങ്ങരുത്, ഉറങ്ങാതിരിക്കുക. ഉറക്കം വരികയാണെങ്കിൽ നീച്ച് നടക്കുക. സുബീൻ്റെ ശേഷം ഉറങ്ങണവൻ്റെ ചെവിയിൽ ശൈത്താൻ പാത്തും എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ നിയന്ത്രണം പിശാചി ഏറ്റെടുക്കുമെന്നാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത വേണം. ഓനാണ് ദറജുള്ള ആൾ എന്ന് പറയണത്. വലിയ വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കും. 10,000 രൂപ പാത്തക്കാൻ കള്ളൻ്റെ അടുത്ത് കൊടുത്താലും ഓൻ അതിങ്ങനെ കൈ പിടിച്ചുകാണ്ട് നിൽക്കും. ഒരാൾ മൂത്രയിക്കാൻ പോയപ്പോൾ ഒരു കള്ളൻ്റെ അടുത്ത് ഒരു 10,000ൻ്റെ കെട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതിവിടെ പിടിക്ക്, ഞാനൊന്ന് മൂത്രയിച്ചുകാണ്ട് വരാറിഞ്ഞാൽ അതും കൈ പിടിച്ചുകാണ്ട് ബേജാറായിട്ട് നിൽക്കും. ആ ചെങ്ങായി മൂത്രയിച്ച് വന്നിട്ട് ഇതാണ് കൊടുത്തിട്ട് വേണം എനിക്ക് കക്കാൻ പോകാൻ എന്നാണ് ഓൻ്റെ തീരുമാനം. 10,000 സൂക്ഷിക്കാൻ കള്ളനെ ഏൽപ്പിച്ചാലും നടക്കും. 10 പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തക്കിയായ മനുഷ്യന് മാത്രമേ സാധ്യമാവുള്ളൂ എന്നതാണ്. ചെറിയ കാര്യത്തിലാണ് വലിയ സൂക്ഷ്മത വേണ്ടത്. വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കണവർ തന്നെ ഇക്കാരം. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കണം. എപ്പോഴും നമ്മൾ പള്ളിയുമായി ബന്ധപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ ആദാബുകൾ പാലിക്കേണ്ടതുണ്ട്. പള്ളിൻ്റെ എല്ലാ ആദാബും പാലിക്കണം. കീറിയ പനിയിട്ടുങ്ങാണ്ട് അവത്ത പള്ളി കൂടി അങ്ങനെ നടത്തരുത്. കീറിയ പനിയിട്ടുങ്ങാണ്ട് കടക്കുമ്പോഴൊക്കെ എന്നിട്ടാൽ അങ്ങനെ ആയിക്കോട്ടെ. അതൊക്കെ നല്ല തുണിങ്കൊപ്പായി എടുത്തുങ്ങാണ്ട് ഇനി കള്ളിത്തുണിയാണെങ്കിൽ തന്നെ നല്ലൊരു കോലുള്ളത് ആഴ്ചക്ക് നാട്ടിൽ പോകുമ്പോൾ ഒന്ന് ഇരിസ്തിരിട്ട് തിരുമ്പി നേരാക്കിയിട്ടൊക്കെ കൊടുന്ന് നല്ലൊരു കള്ളിത്തുണിയും കുപ്പായൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ല കോലത്തിൽ പള്ളീൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം. അങ്ങനെയൊക്കെയുള്ള അദബ് പാലിക്കുക, ഷിആറുകൾ ഉണ്ടായിരിക്കുക, പള്ളിയോടുള്ള അദബ് പാലിക്കുക. നമ്മൾ അധിക സമയവും പള്ളിയിൽ ചിലവാക്കുന്ന ആൾക്കാരാണ്. പള്ളി കയറുക എന്നതിനേക്കാൾ പ്രധാനമാണ് പള്ളിയുമായി ബന്ധപ്പെടുന്ന അദബുകൾ പാലിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അദബുകളെ പാലിക്കണം. ഇടയ്ക്കൊക്കെ മുക്കറില്ലാത്ത സമയത്തൊന്ന് ബാങ്ക് കൊടുക്കുക. ഈ പിന്നെ ഇലാമിൻ്റെ ബാങ്ക് തമ്മീസില്ലാത്ത തക്ലീഫില്ലാത്ത ആളുകളിൽ നിന്ന് പറ്റൂലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേ സമയത്ത് പഠിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ ബാങ്ക് കൊടുക്കൽ ഒരു നല്ല അമലാണ്. ബാങ്ക് കൊടുക്കുന്നവർ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് ഞങ്ങളോട് എന്തിനാ പറഞ്ഞു വെച്ചാൽ പള്ളിക്കത്തെ മുക്കിറിനെ നല്ലവണ്ണം ബഹുമാനിക്കണം എന്ന് പറയാനാണ്. മുക്രിമാനെ നല്ലവരും ബഹുമാനിക്കണം. ഓലെ അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണിച്ചുകൊണ്ട് അടയാളമുള്ള ആൾക്കാരാണ് ഓല്. വലിയ സംഗതിയാണ്. നിസ്കരിച്ചതിനേക്കാൾ പ്രധാനമാണല്ലോ നിസ്കരിച്ചാൽ വിളിക്കാറുള്ളത്. നിസ്കാരത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നിസ്കരിക്കാൻ വിളിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. 5 നേരം മനുഷ്യന്മാരെ നിസ്കാരം ഓർമ്മപ്പെടുത്തുന്നു, നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്നു. ഈ ആളാണ് മുഅദ്ദിൻ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് മുഅദ്ദിനെ ബഹുമാനിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. കമ്മിറ്റിക്കാരെ ബഹുമാനിക്കണം, പ്രസിഡന്റിനെ ബഹുമാനിക്കണം, പ്രായമായവരെ ബഹുമാനിക്കണം. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ വലുപ്പും ചെറുപ്പും എങ്ങനെ തീരുമാനിക്കൽ? വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം. ഈ വലുപ്പും ചെറുപ്പും എങ്ങനെ തീരുമാനിക്കാന്നാണ്. പ്രായം കൊണ്ടാണോ, ഇൽമു കൊണ്ടാണോ, സിയാദത്ത് കൊണ്ടാണോ, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടാണോ, അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കൊണ്ടാണോ, എന്തുകൊണ്ടാണ് വലുപ്പും ചെറുപ്പും തീരുമാനിക്കേണ്ടത്? സത്യത്തിൽ എല്ലാം കൊണ്ടുമാണ്. എല്ലാം കൊണ്ടുള്ള വലുപ്പും എല്ലാം കൊണ്ടുള്ള ചെറുപ്പമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ ബഹുമാനം എന്നതും കാരുണ്യം എന്ന് പറഞ്ഞതും പേര് കൊണ്ട് രണ്ടും അമല് കൊണ്ട് ഒന്നുമാണ്. നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഇരിക്കുന്ന സമയത്ത് ഒരു വയസ്സായ ആൾ നമ്മളെ സദസ്സിക്ക് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾക്ക് ഇരിക്കാൻ സീറ്റില്ല. എന്നാൽ ഒരു സമത് വയസ്സിൽ നീച്ചിങ്ങാണ്ട് മൂപ്പർക്ക് ഒരു സീറ്റ് കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്. സമത് വയസ്സിൽ അവിടെ അങ്ങനെ കാണാണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ്. നീച്ചിങ്ങാണ്ട് ഒരു സീറ്റ് കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്. അതേ സമയത്ത് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കടന്നു വന്നപ്പോൾ സീറ്റില്ല. എന്നാൽ സമത് വയസ്സിൽ നീച്ചിങ്ങാണ്ട് സീറ്റ് കൊടുക്കുന്നതിൻ്റെ പേര് കാരുണ്യം എന്നാണ്. രണ്ടും സീറ്റ് കൊടുക്കലാണ്. ബഹുമാനവും കാരുണ്യവും അമല് കൊണ്ട് ഒന്നും, പേര് കൊണ്ട് രണ്ടുമാണ്. രണ്ടും ഒരേ അമലാണ്. അത് വലിയവരോട് ചെയ്താൽ പേര് ബഹുമാനം എന്നായി,
ചെറിയവരോട് ചെയ്താൽ പേര് കാരുണ്യെന്നായി എന്നേ ഉള്ളൂ. അമല് കൊണ്ട് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് മുതിർന്നവരോടുള്ള അതേ സമീപനമാണ് കുട്ടികളോടും കാണിക്കേണ്ടത്. വയസ്സന്മാരെ ചീത്തറിയാൻ പറ്റൂല, കുട്ടികളെയും ചീത്തറിയാൻ പറ്റൂല. വയസ്സന്മാരെ കളിയാക്കാൻ പാടില്ല, കുട്ടികളെയും കളിയാക്കാൻ പാടില്ല. വയസ്സന്മാരെ ഇരിക്കണോട് നീപ്പിച്ചാൻ പാടില്ല, കുട്ടികളെ ഇരിക്കണോട് നീപ്പിച്ചാൻ പാടില്ല. കുട്ടികളൊക്കെ പോയിടാന്ന് എവിടുക്കോണു? നേരത്തെ വരായിട്ടല്ലേ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറല്ലാനേ കുട്ടികളൊക്കെ പോയിടാ, ഒക്കെ ബാക്കിലേക്ക് പോയി. നേരം വെക്കി വന്ന് കണ്ടേ. അല്ല, സംഗതി കുട്ടി വേണ്ടത് ബാക്കിൽ ഇരിക്കുന്നതായിരുന്നു. അത് വേറൊരു കാര്യമാണ്. ഈ ബഹുമാനിക്കലും കാരുണ്യം കാണിക്കലും അമലും കൊണ്ട് ഒന്നാണ് എന്ന്. ഇപ്പം എന്തായാലും ഓല നേരത്തെ വന്നതല്ലേ, ഓല അവിടെ ഇരുന്നോട്ടേ എന്ന് തീരുമാനിക്കലാണ് കാരുണ്യം. എന്നാലും ഇപ്പോൾ മൂപ്പര് നേരം വൈകിട്ടാണെങ്കിലും പ്രായമായ ആളല്ലേ, ഞാൻ നീച്ചട്ടെ എന്ന് കുട്ടി തീരുമാനിക്കലാണ് ബഹുമാനം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം ഉണ്ടായാൽ പ്രശ്നമൊന്നുമില്ല. രണ്ടും അമല് കൊണ്ട് വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ. രണ്ടും അമല് കൊണ്ട് ഒന്നാണ്, പേര് കൊണ്ട് വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം. പല ഹദീസുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പല ഹദീസും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. ഹദീസ് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ വേറെയും പോകുന്നു, നമ്മളെ വഴിക്ക് ഇങ്ങനെ വേറെയും പോകുന്നു എന്നാണ്. അപ്പോൾ വലിയവരോട് കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞതിൽ എല്ലാം പെടും. സമ്പത്ത് കൊണ്ട് വലുപ്പവും ചെറുപ്പമുള്ളവർ, അതും വലിയവരും ചെറിയവരും തന്നെയാണ്. വാഹനം കൊണ്ട് വലിയതും ചെറുതും. ഒരാൾ മോട്ടോർ സൈക്കിളിലും പോവുകയാണ്, ഒരാൾ കാറിലും പോവുകയാണ്. ഒരാൾ വലിയ ആളും ഒരാൾ ചെറിയ ആളുമാണ്. ജംഗ്ഷനിലെത്തി മോട്ടോർ സൈക്കിളേരം വിചാരിക്കണം കാറിൽ വരുന്ന ആൾ വലിയ ആളല്ലേ, മൂപ്പര് ആദ്യം പോയിക്കോട്ടെ. കാറേരം വിചാരിക്കണം ബൈക്കുമ്മ വരുന്ന ആൾ ചെറിയ ആളല്ലേ, മൂപ്പര് ആദ്യം പോയിക്കോട്ടെ എന്ന്. ഒരു കുഴപ്പമില്ല. നേരെ ഓപ്പോസിറ്റ് ഞാൻ വലിയ ആളാണെന്ന് ഇവനും തോന്നി, ഞാൻ ചെറിയ ആളാണെന്ന് ഞാൻ ആദ്യം പോകണമെന്ന് മറ്റോനും തോന്നി. അതാ പ്രശ്നമായത്. മറ്റോൻ പോയിക്കോട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാറ്റിലും ഉണ്ട് ഈ വലുപ്പം ചെറുപ്പം എന്ന് പറഞ്ഞത്. പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഉമ്മ മോളോട് പറയാണ്, മോളെ പാലിൽ ലേശം വെള്ളം ചേർക്ക്. അപ്പം മോള് പറഞ്ഞു, ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ പറ്റൂല. ഉമ്മ പറഞ്ഞു, അതിന് ആരും കാണില്ലല്ലോ. ഖലീഫ ഉമറൊക്കെ കൂർക്കം വലിച്ചുറങ്ങിക്കാലം ആരും കാണില്ലല്ലോ. അപ്പം മോള് പറഞ്ഞു, ഉമ്മ ആര് കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പേരൻ്റെ പുറത്തുനിന്ന് ഈ വർത്തമാനം കേട്ടു. രാവിലെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ 4ാമത്തെ വളവ് കഴിഞ്ഞിട്ടുള്ള 5ാമത്തെ പേരയിലൊരു പെൺകുട്ടി ഉണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് വാന്ന് പറഞ്ഞു. മോന് കണ്ട് പറ്റുകയാണെങ്കിൽ എന്നെക്കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പറഞ്ഞു. മോൻ പോയി നോക്കി വന്നു, പറ്റി, നിക്കാഹ് കഴിച്ചു. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് പാലിൽ വെള്ളം ചേർക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പശുവിനെ വളർത്താത്തത്. പാലിൽ മാത്രമല്ലല്ലോ വെള്ളം ചേർക്കാൻ പറ്റാത്തത്, സോപ്പിലും പറ്റൂലല്ലോ. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട്, ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് കയ്യക്കണോടത്ത് പോയോക്കൊണ്ട് സോപ്പിൽ വെള്ളം പറന്ന് വെച്ചിട്ടുണ്ടാവും. പാലിൽ മുളകും പൊടിയിലും ചേർക്കാൻ പറ്റൂലല്ലോ വെള്ളം. കുരുമുളകും പൊടിയിലും പിന്നെ ഇരുമ്പിൻ്റെ കഷ്ണം ചേർക്കാൻ പാടില്ലല്ലോ, ഒന്നിലും പാടില്ലല്ലോ. അത് പാലിന് മാത്രം ബാധകമായ ഹുക്കുമാണോ? എല്ലാറ്റിനും ബാധകമാണല്ലോ. അപ്പം ഹദീസുകളൊക്കെ അതിൻ്റെ വഴിക്ക് വേറി, നമ്മളൊക്കെ നമ്മളെ വഴിക്ക് വേറിയും പോയാൽ പിന്നെ എങ്ങനെ ഉണ്ടാകുക? നമ്മൾ പഠിച്ച ഹദീസ് നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എന്ന് കണ്ട് കാര്യമില്ല. പഠിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൂടെയുണ്ടെങ്കിൽ അതൊരു വലിയ ഖൈറാകും, അതൊരു ബർക്കത്താവും. അതുകൊണ്ട് സുന്നത്തായ അമലുകൾ പാലിക്കുക. ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുന്നവരായി മാറിയാൽ അള്ളാഹുവിങ്കിൽ നിന്ന് നാഫിയു ആയ ഇൽമ്, വഹബിയായ ലദുന്യായ ഇൽമ് നമുക്ക് നൽകപ്പെടും. ആലിമീങ്ങൾ ഓരോരുത്തരായി പോകുന്നു എന്നത് ഭൂമിയുടെ ചുരുക്കമാണ് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, ഭൂമി അതിൻ്റെ ഭാഗങ്ങളായി ചുരുങ്ങിപ്പോകുന്നതിനെ നിങ്ങൾ കാണുന്നില്ലയോ എന്ന്. ഭൂമി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭൂമി യഥാർത്ഥത്തിൽ ചുരുങ്ങണില്ലല്ലോ. മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഭൂമി കടലെടുത്തു എന്ന് പറയും. കടലെടുത്താലും കടലിലുണ്ടല്ലോ, ചുരുങ്ങിയിട്ടില്ലല്ലോ. ഭൂമി ചുരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലവാരം ചുരുങ്ങലാണ്. ഐ മൗത്തുൽ ഉലമാഇ വസ്സുലഹാ, സ്വാലിഹീങ്ങളും ആലിമീങ്ങളും മരണപ്പെട്ടു പോകലാണ്. അതാണ് ഭൂമിയുടെ നിലവാര ചുരുക്കം എന്ന് പറയുന്നത്. ഓരോന്നും പോകുമ്പോൾ അതിനൊത്തതോ അതിനേക്കാൾ മുന്തിയതോ വരുന്നില്ല.
അതിൻ്റെ താഴെയുള്ളതേ വരുന്നുള്ളൂ. അതുകൊണ്ട് ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, സലാഹിയത്തിൻ്റെ അഹ്ലുകാർ, ദാക്കിരിങ്ങൾ എല്ലാവരും ദീർഘായുസ്സിന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണമെന്നാണ്. അള്ളാഹു കൊണ്ടുപോയിട്ട് കാട്ടിലെത്തിയാലേ പിന്നെ അന്ന അറുക്കണമെന്ന് അള്ളാഹിനോട് സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ കുട്ടി ഒന്നും വിചാരിക്കണ്ട, ബാപ്പ നിങ്ങൾ അർത്തോളി എന്ന് പറഞ്ഞോളി, ഒന്നും സംഭവിക്കൂലടാ, കുറച്ച് കഴിയുമ്പോഴത്തിന് ജിബിരിയിൽ സ്വർഗത്തു നിന്ന് ആടിനേറ്റ് വരും എന്നാരും പറഞ്ഞിട്ടില്ല, ഉമ്മ പറഞ്ഞതിട്ടില്ല. പിന്നെന്തേ ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വാപ്പ ഇങ്ങനെ ചോദിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണമുണ്ടായതിനാൽ മകന് മകൻ്റെ ഗുണമുണ്ടായതാണ്. അൽ വലതു സിർറു അബീഹി എന്നാണ്. മകൻ അല്ലെങ്കിൽ മകൾ വാപ്പാൻ്റെ സ്വകാര്യമാകുന്നു എന്നാണ്. വാപ്പാൻ്റെ രഹസ്യമാണ് മക്കളുടെ പരസ്യം. നല്ലോണം മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യും. വാപ്പാൻ്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരനാണ് മക്കൾ. അൽ വലതു സിർറു അബീഹി, മകൻ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വാപ്പയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അനഫീ മില്ലത്തി അബീ ഇബ്രാഹീം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാകുന്നു അലൈഹിസ്സലാം. ഞാൻ ഫീ മില്ലത്തി മാർഗത്തിലാണ്, അബി എൻ്റെ വാപ്പയായ ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ്. ശരിക്കും നമ്മളെ കുറ്റിപ്പുറം ഭാഷയിലേക്ക് ഇത് കൊണ്ടുവന്നാൽ എങ്ങനെ അർത്ഥം എന്നറിയ നിങ്ങൾ? ഇതിപ്പോൾ അറബി നമ്മൾ ചൊറുക്കിൽ അർത്ഥം വെക്കുമ്പോൾ ഞാൻ ഫീ മില്ലത്തി മാർഗത്തിലാണ്, അബി എൻ്റെ വാപ്പയായ ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ് എന്നാണ് ചൊറുക്കിലുള്ള അർത്ഥം. കുറ്റിപ്പുറം ഭാഷയിൽ അതിൻ്റെ അർത്ഥം എൻ്റെ വാപ്പ ആരാന്നറിയാൻ എനിക്ക് ഇബ്രാഹിമാണ്, ആലോചിച്ച് കഴിച്ചതുകൊണ്ടു. അതാണ് ഇതിൻ്റെ മലയാളം. അതാണ് ശരിക്കും ഇതിൻ്റെ നമ്മളെ മലപ്പുറം മലയാളത്തേക്ക് ഈ സാധനം മാറ്റിയാൽ അങ്ങനെ വരിക. മര്യാദക്ക് ആലോചിച്ച് കഴിച്ചതുകൊണ്ടു എൻ്റെ വാപ്പ ഇബ്രാഹിം നബി ആകുന്നു. അതാണ് അനഫി മില്ലത്തി അബി ഇബ്രാഹിം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓൻ്റെ വാപ്പയാണ്. ഏതൊരാളെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക? വാപ്പ ആരാന്ന് ചോദിക്കുക. ഏത് മനുഷ്യനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് വാപ്പ ആരാന്നാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ അതാണ്. വാപ്പാൻ്റെ ഗുണമാണ് മക്കളുടെ ഗുണം. മുസ്തഫായ നബി തങ്ങൾക്ക് ഇബ്നു ദബീഹൈന് 2 അറുക്കപ്പെട്ട ആളുടെ മകൻ എന്ന് പേരുണ്ട്. രണ്ടാമത്തെ ആള് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ആള് നബി തങ്ങളുടെ വല്ലിപ്പയാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന് മക്കളുണ്ടായിരുന്നില്ല. മക്കളില്ലാത്തതുകൊണ്ട് അദ്ദേഹം കുറേ കഅബത്തിൻ്റെ അടുത്ത് പോയിട്ട് തോരന്നു. അങ്ങനെ തോരന്ന് ഒരിക്കലും ഇനി കുട്ടികളുണ്ടാവില്ല എന്ന് തോന്നിയപ്പോൾ മൂപ്പര് വലിയൊരു നീർച്ച നടത്തി. എന്താ നീർച്ച? എനിക്ക് ഇനി കുട്ടികളുണ്ടാവുകയാണെങ്കിൽ ആ ഒരു കുട്ടിയെ ഞാൻ അള്ളാൻ്റെ മാർഗത്തിൽ അറുക്കൊന്ന് നീർച്ചയാക്കി. ജാഹിലിയ കാലത്താട്ടോ, ജാഹിലിയത്തിലാണ് അങ്ങനെ നീർച്ചയാക്കിയതിൻ്റെ ശേഷം 16 മക്കളുണ്ടായി. 16 ഉണ്ടായി. 16 വേറെ അഭിപ്രായത്തിൽ 13 മക്കളുണ്ടായി എന്നാണ്. എന്തായാലും 10ൻ്റെ മേലെ മക്കളുണ്ട്. ഒരു ദിവസം അബ്ദുൽ മുത്തലിബ് മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, കുട്ടികളെ ബാപ്പാക്കൊരു നീർച്ച ഉണ്ട് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. എനിക്ക് മക്കളില്ലാത്തൊരു കാലത്ത് എനിക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ആ കുട്ടീനെ ഞാൻ അള്ളാൻ്റെ മാർഗത്തിൽ അറുക്കണ്ട് എന്ന് നീർച്ചയാക്കിയിട്ടുണ്ട്, എന്താ കാട്ടുകയെന്ന് ചോദിച്ചു. 13 മക്കളും പറഞ്ഞു ഇന്നർത്തോളി. ഞങ്ങളർത്തോളി പറഞ്ഞു. 13 ആൾക്കാരും പറഞ്ഞു. അവസാനം ഇപ്പോൾ ആരെ അറക്കുക എന്നുള്ളതിലൊരു കൺഫ്യൂഷൻ ആയല്ലോ. 13 ആൾ, ഒരാൾ മാത്രമാണെങ്കിൽ എന്നാൽ അതാണ്ട് അവസാനം നറുക്കിടാൻ തീരുമാനിച്ചു. അങ്ങനെ നറുക്കിട്ടപ്പോൾ കിട്ടിയത് അബ്ദുള്ളാൻ്റെ നറുക്കാണ്. കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളതാണ് അബ്ദുള്ള. ചെറിയ മകനുമാണ്. നബി തങ്ങളുടെ വാപ്പയാണ് ഏറ്റവും ചെറിയ മകനാണ്. ബാക്കിയുള്ളതൊക്കെ മൂത്താപ്പാരാണെന്നാണ് സഹിയായ അഭിപ്രായം. അല്ലാത്തൊരു അഭിപ്രായം ഉണ്ട്, എന്നാലും ഭൂരിപക്ഷ ആളുകളും പറഞ്ഞ അഭിപ്രായം അബ്ദുള്ള ഏറ്റവും ചെറിയ മോനാണ്.
ഏറ്റവും ചെറിയ മകൻ, അതായത് കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളവൻ്റെ നറുക്ക് കിട്ടി. പക്ഷെ അപ്പോൾ ബാക്കിയുള്ള മക്കൾ പറഞ്ഞു ഓനേതായാലും അറുക്കണ്ട, ഞങ്ങളെ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞു. പക്ഷെ നറുക്ക് രണ്ടാമതിട്ടു. രണ്ടാമതിട്ടതും കിട്ടിയത് അബ്ദുള്ളാൻ്റെയാണ്. മൂന്നാമത് നറുക്കിട്ടു, അതും കിട്ടിയത് അബ്ദുള്ളാൻ്റെയാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതൻ്റെ അടുക്കൽ പോയി. അയാൾ ചോദിച്ചു, ഇങ്ങനൊരു നീർച്ച ഉണ്ട്, നീർച്ച നടപ്പിൽ വരുത്താൻ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്തപ്പോൾ കാട്ടുക എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അന്ന് ഈ അമ്പെടുക്കണ ഒരു രീതിയുണ്ട്. അമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറേ അമ്പുകളിടും, അതിൽ ഹൈറോ ഷറോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നറുക്കെടുക്കണതിന് പകരം ചെയ്യുന്ന ഒരു രീതിയാണ് അമ്പെടുക്കൽ. അന്നത്തെ ആവനാഴിയിൽ നിന്ന് അമ്പെടുക്കുക. അങ്ങനെ ഒരമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് 10 ഒട്ടകങ്ങൾ ഒരു ഭാഗത്ത് നിർത്തുക, ഒരു ഭാഗത്ത് അബ്ദുള്ളയും. എന്നിട്ട് ഒരമ്പ് അബ്ദുള്ളാൻ്റെ അമ്പും ഒരമ്പ് 10 ഒട്ടകങ്ങളുടെ അമ്പും അങ്ങനെ ആവനായി ഒരു കുറ്റിയിലിട്ടിട്ട് ഇളക്കിയിട്ട് എടുക്കുമ്പോൾ അബ്ദുള്ളാൻ്റെത് കിട്ടുകയാണെങ്കിൽ 10 എണ്ണം കൂടി കൂട്ടണം ഒട്ടകങ്ങൾ. എന്നിട്ട് വീണ്ടും എടുക്കുക. അങ്ങനെ എപ്പോഴാണോ ഒട്ടകം കിട്ടുന്നത് അതുവരെ ഒട്ടകങ്ങളുടെ എണ്ണം കൂട്ടിയിട്ട് ഒട്ടകത്തിൻ്റെത് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ അത്രയും ഒട്ടകങ്ങളെ അറുക്കുക എന്ന് അക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന പൂർവ്വകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതൻ തീരുമാനം പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ചു. 10 ഒട്ടകങ്ങളെ നിർത്തി, അബ്ദുള്ളാനെ നിർത്തി, 2 അമ്പിട്ടു എടുത്തു, അബ്ദുള്ളാൻ്റെ കിട്ടി. 10 കൂടിയും കൂട്ടി പിന്നിട്ടു. അങ്ങനെ 10 കൂട്ടി 100 ആയപ്പോൾ ഒട്ടകത്തിൻ്റെ കിട്ടി. അങ്ങനെ 100 ഒട്ടകങ്ങളെ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള എന്ന നബി തങ്ങളുടെ വാപ്പാക്ക് പകരമായി അറുത്ത് അവയുടെ മാംസം ദാനം ചെയ്യുകയുണ്ടായി. ഇതാണ് ഇബ്നു ദബീഹൈൻ, 2 അറുക്കപ്പെട്ട ആളുടെ മകൻ എന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേരുണ്ടാവാൻ കാരണം. സാന്ദർഭികമായി പറഞ്ഞതാണ്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താണോ അതാണ് ഒരു വാപ്പാക്കുണ്ടാവേണ്ട പ്രത്യേകത. വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണമുണ്ടെങ്കിൽ മക്കൾക്ക് മക്കളുടെ ഗുണം ഉണ്ടായിരിക്കും. അപ്പം ഉമ്മാക്ക് ഉമ്മാൻ്റെ ഗുണം വേണം, വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണം വേണം. എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് രക്ഷിതാക്കളോട് സംസാരിക്കാനാണ്. ഇവിടെ കുട്ടികളുണ്ടായി എന്നുള്ളത് എൻ്റെ കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഓലെന്തേലും ചെയ്യാൻ നിർവാഹമുണ്ടോ? അതുമില്ല. ഓല് നമുക്ക് ദ്വാക്ക് ഇജാബത്തിന് ആവശ്യമാണ്. ഓലിവിടെ ഇരുന്നോട്ടെ. വർത്താനം ഓലോടല്ല, വാപ്പാനോടും ഉമ്മാനോടുമാണ്. ഓലോട് ഇരിക്കട്ടെ, നമുക്ക് ദ്വാക്ക് ഇജാബത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ഈ സംസാരം വാപ്പാനോടും ഉമ്മാനോടാണ്. ബാപ്പാൻ്റെ ഗുണം എന്തൊക്കെയാണ് അത് മക്കളിലുണ്ടാവും, ഉമ്മാൻ്റെ ഗുണം എന്തൊക്കെയാണ് അത് മക്കളിലുണ്ടാവും. 6 സംരക്ഷണങ്ങളാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ടത്. 6 സംരക്ഷണം. ഒന്നാമത്തേത് ഈമാനിൻ്റെ സംരക്ഷണമാണ്. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഈമാനാണ് മക്കൾക്കുണ്ടാകുക. ഈമാൻ്റെ സംരക്ഷണമാണ് ഒന്നാമത്തെ സംരക്ഷണം. മാതാപിതാക്കളുടെ ഈമാനിൽ നിന്നാണ് മക്കൾക്ക് ഈമാൻ ലഭിക്കുന്നത്. അതുകൊണ്ട് ഉമ്മയും വാപ്പയും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം മക്കളുടെ ഈമാൻ സംരക്ഷിക്കണം. യുക്തിവാദം, നിരീശ്വരവാദം, ലിബറലിസം, സർവമത സത്യവാദം, സ്ത്രീപക്ഷപാതം തുടങ്ങി കുറേ വാദങ്ങളാണ്. ഒക്കെ ഈമാനിനെയാണ് ബാധിക്കണേ. മാതാപിതാക്കളാണ് ഈമാനിനെ സംരക്ഷിക്കേണ്ടവർ. മുഅ്മിനീങ്ങളെ, ഹബീബിങ്ങളെ, ഈമാൻ സംരക്ഷിക്കണമെങ്കിൽ ഈമാൻ എവിടെന്നാണ് ഉണ്ടാവുന്നത്, എവിടെന്നാണ് വളരുന്നത്, എവിടെന്നാണ് പുഷ്ടിപ്പെടുന്നത്, ഈമാൻ്റെ അടിസ്ഥാനം എന്തൊക്കെയാണെന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഈമാൻ എന്നാണ് മക്കൾക്ക് ഈമാൻ കിട്ടുക. അതുകൊണ്ട് ഈമാൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ് ഈമാൻ്റെ അടിസ്ഥാനം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യമാണ് ഈമാനിൻ്റെ അടിസ്ഥാനം. നബി തങ്ങളോട് എത്ര താല്പര്യമുണ്ടോ അത്ര ഈമാൻ ഉണ്ടാവും. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാത്രം ചെലവിലായിട്ട് ഒറ്റ പള്ളി ഉണ്ടാക്കിയിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം ചെലവിൽ ഒറ്റ മദ്രസയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം ചെലവിൽ ഒറ്റ അറബിക് കോളേജും ഇല്ല.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം ചെലവിൽ ഒറ്റ ഹിഫ്ദ് കോളേജും ഇല്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഹജ്ജിന് പോയ ആൾക്കാർ ഇക്കാലത്തുണ്ടാവും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉംറക്ക് പോയവർ ഈ ഇരിക്കണേലുണ്ടാവും. ജിദ്ദയിലിരുന്ന് ജോലി, വ്യാഴാഴ്ച ജോലി കഴിഞ്ഞാൽ പിന്നെ ലീവാണ്, അങ്ങോട്ട് കയറി ഉംറ കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകുന്നേരം മടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ ഉംറക്ക് പോയിട്ടില്ല. പക്ഷേ ഈമാൻ തൂക്കിയാൽ മൂപ്പരതാ തൂങ്ങുക. നമ്മളെ അറബി കോളേജും തൂങ്ങൂല, നമ്മളെ ഹിഫ്ദ് കോളേജും തൂങ്ങൂല, നമ്മളെ പള്ളിയും തൂങ്ങൂല, മദ്രസയും തൂങ്ങൂല, യത്തീംഖാനയും തൂങ്ങൂല. സിദ്ദീഖിൻ്റെ ഈമാനേ തൂങ്ങുള്ളൂ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്വതക്ക കൊടുത്ത ആൾക്കാർ അന്ന് തന്നെ ഉണ്ട്. ഉദാഹരണമാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അന്ന് തന്നെ ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയപ്പോൾ ചില്ലറ പൈസ കൊടുത്തപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 7000 ദിർഹംസ് കൊടുത്തു. 7000 ദിർഹംസ് കൊടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചില്ലറ പൈസ കൊടുത്തപ്പോൾ. അപ്പം എന്താ, അന്ന് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്വതക്ക കൊടുത്ത ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈമാൻ തൂക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബറിൻ്റെ ഈമാനേ തൂങ്ങുള്ളൂ. എന്താ കാരണം? മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഈമാൻ്റെ അടിസ്ഥാനം. അത് എത്രത്തോളം ഞമ്മക്കും നമ്മളെ മക്കൾക്കുണ്ട്, ഈമാൻ അവിടെ എടുക്കും പോവില്ല. അതങ്ങോട്ട് പോയാൽ അതിൻ്റെ ഒപ്പം ഈമാൻ പോവും. നിങ്ങളെല്ലാവരും പരിശോധിച്ചോ കേട്ടോ. മുസ്ലിം ഉമ്മത്തിൽ, അതായത് നമ്മളുള്ള ഈ ഉമ്മത്ത് പറഞ്ഞ സാധനം, മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ള മാസം റബീഉൽ അവ്വൽ മാസമാണ്. ഇതാ വരുന്നു നോക്കിക്കോളി നിങ്ങൾ. ഇത് മുഹറാണ്, സഫർ കഴിഞ്ഞാൽ റബീഉൽ അവ്വലായി. മുഹറം അവസാനമാകുമ്പോൾ തന്നെ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു. ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കം ഉണ്ടാവാറുള്ളത് റബീഉൽ അവ്വലാണ്. നിങ്ങൾ എഴുതി വെച്ചിട്ട് വരുന്നത് റബീഉൽ അവ്വൽ നോക്കിക്കോളി. ഈ മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും തർക്കമുണ്ടാവാറുള്ള മാസം റബീഉൽ അവ്വൽ. എന്താ കാര്യം? മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള അടങ്ങേറ് അവിടെയാണ് ഈമാൻ കിടക്കുന്നത്. പുണ്യനബിയിലാണ് ഈമാൻ കിടക്കുന്നത്. അള്ളാഹുവിൽ വിശ്വാസം വന്നതിൻ്റെ ശേഷം മുഹമ്മദ് നബിയിൽ വിശ്വാസം വരികയല്ല. മുഹമ്മദ് നബിയിൽ വിശ്വാസം വരുമ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വരികയാണ് ചെയ്യുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിനെ വിശ്വസിച്ചപ്പോഴാണ് ഖുർആൻ വിശ്വസിച്ചത്. മുഹമ്മദ് നബിനെ വിശ്വസിച്ചതുകൊണ്ടാണ് മിഅ്റാജ് വിശ്വസിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചതിനാലാണ് അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിനെ വിശ്വസിച്ചപ്പോഴാണ് ഖുർആൻ വിശ്വസിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസം വന്നപ്പോഴാണ് അള്ളാഹുവിൽ വിശ്വാസം വന്നത്. ഈമാൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാകുന്നു. അതെത്രത്തോളം ഞമ്മക്കുണ്ട്, നമ്മൾ എത്രത്തോളം നമ്മളെ മക്കൾക്ക് അത് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവും. അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച മുഹമ്മദ് നബി ആവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വണ്ടിയിൽ പോകുമ്പോൾ കേൾക്കണ പാട്ട് മുത്തുനബിനെ കുറിച്ചായിരിക്കണം. വണ്ടി പോകുമ്പോൾ എന്തായാലും നമ്മൾ പാട്ട് കേൾക്കുമല്ലോ, മുത്തുനബിനെ കുറിച്ചായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സംസാരിക്കുമ്പോഴുള്ള സംസാരം മുഹമ്മദ് നബിനെ കുറിച്ചായിരിക്കണം. അങ്ങനെ നബിതങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായാൽ ഈമാൻ സ്ഥിരപ്പെടും. ഈമാൻ്റെ അടിസ്ഥാനം പുണ്യനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ബർസഖിയായ ജീവിതത്തിൽ, പാരത്രിക ജീവിതത്തിൽ ആദ്യമായി അനുഭവിക്കുക സക്കറാത്തുൽ മൗത്താണ്. മരണത്തിൻ്റെ സമയത്തുള്ള വേദനയാണ് ആദ്യത്തെ അനുഭവം. കാണാത്ത ലോകത്ത് സംഭവിക്കാൻ പോകുന്നതിൽ ആദ്യത്തെ അനുഭവം സക്കറാത്തുൽ മൗത്താണ്, മരിക്കുമ്പോഴുള്ള വേദന. സത്യത്തിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് ബോധം നഷ്ടപ്പെടും. മരിക്കുന്നതിന് മുമ്പ് ബോധം പോവുമല്ലോ. ബോധം പോയാൽ വേദന അറിയൂല എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ബോധം പോയാലും മരണത്തിന് വേദനയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാ എന്ന് വിശ്വാസമുള്ളതുകൊണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് മരിക്കുമ്പോൾ വേദന ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, ഖബറിൽ ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നത്, നന്മ തിന്മകൾ എഴുതി വെക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അതാണ്ട് പോയാൽ അതിൻ്റെ ഒപ്പം ഈമാൻ കാര്യം ആറും പോവും, പിന്നെ ഒന്നും നിൽക്കില്ല.
അതുകൊണ്ട് മക്കൾക്ക് ഈമാൻ കൊടുക്കണമെങ്കിൽ മുഹമ്മദ് നബിയെ പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലെ ഡൈനിങ് ഹാളിലെ കബോർഡിൽ നിന്ന് ചട്ടിയും പാത്രം മാറ്റി വെച്ചിട്ട് മുത്തുനബിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ കൊണ്ടുപോയി വെക്കണം. കുറേ ചട്ടിയും പാത്രം ഉണ്ടാവും അവിടെ. അപ്പോൾ നാട്ടുകാരെ കാണിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലല്ലോ. ഡൈനിങ് ഹാളിലെ കബോർഡിൽ കുറേ ചട്ടി, അത് അടുക്കളയിലാണ് അതിൻ്റെ സ്ഥലം. ഡൈനിങ് ഹാളിലെ കബോർഡിൽ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലെ കബോർഡിൽ ആര് വന്നാലും വെറുതെ ഇരിക്കാൻ പാടില്ല. വെറുതെ ഇരിക്കുമ്പോൾ എടുത്തു നോക്കാൻ പറ്റുന്ന ബുക്ക് വേണം. കയറി വന്നാൽ നമ്മുടെ സംസ്കാരം നമ്മുടെ വീടറിയിക്കണം. എന്താ നമ്മളെ സംസ്കാരം? ചട്ടിയും പാത്രത്തിൻ്റെ സംസ്കാരമാണെങ്കിൽ അത് വെച്ചോളി. ഇൽമിൻ്റെ സംസ്കാരമാണെങ്കിൽ ഇൽമിൻ്റെ സാധനങ്ങൾ കയറി വരുന്നിടത്ത് വേണം. അതുകൊണ്ട് ആൾക്കാർ വന്ന് വെറുതെ ഇരിക്കുന്ന സ്ഥലത്ത് ഓല് വെറുതെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഓൾക്ക് എന്തേലും എടുത്തുങ്ങാണ്ട് നോക്കാൻ ഒരു ബുക്ക് ആ ടീപ്പോയിമേ അതിൻ്റെ അടിയിൽ ആ സൈഡിൽ, അല്ലെങ്കിൽ ഓഫീസ് റൂമിൻ്റെ അലമാറയിൽ, അല്ലെങ്കിൽ പിന്നെ ലിവിങ് റൂമിൻ്റെ സൈഡിൽ, അത് മുത്തുനബിനെ കുറിച്ചായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ഈമാൻ കിടക്കണേ. നമ്മൾ പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമാണ് ലോകത്തുള്ളത്, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇരിക്കണ നമ്മളെല്ലാവരും ജനിച്ചു വന്ന സമയത്ത് അവിടെ നമ്മളെ അമ്മയുണ്ട്, ഉമ്മാൻ്റെ അമ്മയുണ്ട്, ബാപ്പാൻ്റെ അമ്മയുണ്ട്, പ്രസവം എടുക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ചുരുങ്ങിയത് 4 എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ 4 നമുക്ക് ഓർമ്മയില്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നപ്പോൾ ഉണ്ടായ 4 നമുക്ക് ഓർമ്മയില്ല. എന്നാൽ മുഹമ്മദ് നബി ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഹമ്മദ് നബിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓരോ വയസ്സിന് പഠിച്ചാൽ കിട്ടും. 2ാം വയസ്സ് പൂർത്തിയായ ഉടനെ മുലകുടി നിർത്തി. പക്ഷേ നബി തങ്ങൾക്ക് 4 വയസ്സിൻ്റെ ആരോഗ്യമുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 വയസ്സ് പൂർത്തിയായപ്പോൾ മുലകുടി നിർത്തിയിട്ടുണ്ട്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 4 വയസ്സിൻ്റെ ആരോഗ്യമുണ്ടായിരുന്നു. 6ാമത്തെ വയസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെങ്കണ്ണ് രോഗം പിടിപെട്ടു. ആ ചെങ്കണ്ണിന് ചികിത്സിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈദ്യനായ ഹാരിസ് ഇബ്നു കൽദ എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് അക്കാലത്തെ ആളുകൾ കൊണ്ടുപോയി. അപ്പോൾ നബിയുടെ വാപ്പയും മരിച്ചിട്ടുണ്ട്, മുത്തുനബിയുടെ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യനെ കാണിക്കാൻ തീരുമാനിച്ചിട്ട് ഹാരിസ് ഇബ്നു കൽദയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹാരിസ് ഇബ്നു കൽദ കുട്ടിയെ മുഴുവനായും പരിശോധിച്ചതിന് ശേഷം സ്വന്തം വായയിൽ നിന്ന് ഉമിനീരെടുത്ത് കണ്ണ് തേച്ചെടുത്തു. അസുഖം മാറി. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചാൽ അവസാനിക്കൂല. 4ാം വയസ്സിൽ ഒരിക്കൽ നബി തങ്ങളെ കാണാനില്ലാതായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കൽ താമസിക്കുകയാണ്. ഹലീമ ബീവിൻ്റെ അടുത്ത് നിന്ന് മടങ്ങി വന്നിട്ട് ഒരു ദിവസം കാണാനില്ല. എവിടെ അന്വേഷിച്ചിട്ടും കാണാനില്ല. അവസാനം അബ്ദുൽ മുത്തലിബ് കഅബയിൽ പോയി ദുആ ചെയ്തു. വറഖത്ത് ഇബ്നു നൗഫലും കൂടെ ഉണ്ടായിരുന്നു. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞു ദുആ ചെയ്തു. ആ സമയത്ത് എങ്ങു നിന്നോ ഒരു ശബ്ദം കേട്ടു. തിഹാമ എന്ന് പറയുന്ന സ്ഥലത്ത് പൊതുവഴിയിലൂടെ നടക്കുമ്പോൾ ഒരു മരം കാണാം വലതുഭാഗത്ത്. ആ മരത്തിൻ്റെ താഴ്ഭാഗത്ത് മുഹമ്മദുണ്ട് എന്ന് ആ ശരീരി കേട്ടു. അബ്ദുൽ മുത്തലിബും വറഖത്ത് ഇബ്നു നൗഫലും തിഹാമയിലേക്ക് പോയി. തിഹാമയിലെ പൊതുവ റോഡിൻ്റെ സൈഡിൽ വലതുഭാഗത്തുണ്ടായിരുന്ന മരച്ചോട്ടിൽ മരത്തിൻ്റെ ചില്ലകൾ ഒടിച്ച് നബിതങ്ങൾ കളിക്കുന്നത് കണ്ടു. അവർ നബിതങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അക്കാലത്തുണ്ടായിരുന്ന മക്കക്കാർ ആടിനെ അറുത്തുകൊണ്ട് മാംസം ദാനം ചെയ്തു സന്തോഷത്താൽ. 4ാം വയസ്സ്. ഇങ്ങനെ ഓരോ വയസ്സെടുത്താലും പഠിച്ചാൽ തീരാത്ത അത്ര സംഗതികളാണ്. നമ്മളെടുക്കും എത്തിയിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിയാണ് ഈമാൻ്റെ അടിസ്ഥാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വാപ്പാക്ക് എത്ര ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ച് മക്കൾക്കും ബോധ്യപ്പെടും. ഉമ്മാക്ക് എത്ര ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ച് ഉമ്മാക്കും ബോധ്യപ്പെടും. തന്നെ ഒരാൾക്ക് 3 മക്കളുണ്ടാവുകയും അതിൽ ആർക്കും മുഹമ്മദ് എന്ന് പേരിടാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കാണാൻ ശ്രമിക്കരുത് എന്ന് വാരിതായിട്ടുണ്ട്. ഒരാൾക്ക് 3 ആൺകുട്ടികളുണ്ടായി, ഒരാൾക്കും മുഹമ്മദ് എന്ന് പേരിട്ടിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറിൽ അവൻ എന്നെ കാണാൻ ശ്രമിക്കരുത്. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തളികയിൽ ഒരാളുടെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ ആ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടാകുമെന്ന് അഷ്റഫുൽ ഹൽഖ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ഈമാൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എത്രത്തോളം നമ്മളെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. പെരപ്പണി കഴിഞ്ഞിട്ട്, വീട് പണി കഴിഞ്ഞിട്ട്, കുടിയിരിക്കൽ തീരുമാനിച്ചിട്ട്, കുടിയിരിക്കലിൻ്റെ മുന്നേ അങ്ങാടി പോയിട്ട് 350 ഉറുപ്പ്യ കൊടുത്തിട്ട് നല്ല റോസാപ്പൂവിൻ്റെ ചെടി 3 കൊടുത്തിട്ട് അതിങ്ങനെ കുഴിച്ചിടുമ്പോൾ മൂത്ത മോൻ വന്നിട്ട് ചോദിച്ചു, വാപ്പാ കുടിയിരിക്കലിന് വരുമ്പോൾ എല്ലാവരും ചവിട്ടി കേടെടുത്തൂലേ, കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് പോരേന്ന് ചോദിച്ചപ്പോൾ വാപ്പ പറഞ്ഞു, മോനെ കുടിയിരിക്കണതിൻ്റെ മുമ്പ് 3 റോസാക്കൊമ്പ് ഇവിടെ നിന്നോട്ടെ. മുത്തുനബിയുടെ ശരീരത്തിന് റോസാപ്പൂവിൻ്റെ മണമാണ് ഉണ്ടായിരുന്നതെന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റിയാൽ അതാണ് മുഹമ്മദ് നബിയുമായിട്ടുള്ള ബന്ധം. അത് നമ്മളെല്ലാ ജീവിതത്തിലും കാണണം. അപ്പോൾ മക്കളുടെ ഈമാൻ ഉറച്ചിക്കും. ഈമാൻ ഉറപ്പിക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് മക്കൾക്ക് കൊടുക്കേണ്ട സംരക്ഷണം ഇൽമിൻ്റെ സംരക്ഷണമാണ്. വിവരം സംരക്ഷിക്കപ്പെടണം. വിവരം ഉണ്ടായാൽ പോരാ, വിവരം സംരക്ഷിക്കപ്പെടണം. കേടരിനെ മുഴുവൻ ആൾക്കാരും പരിശോധിച്ചോളി, വിവരമുള്ള ഒരാളോ പത്രം എടുത്തിട്ടിങ്ങനെ നോക്കിയാൽ മതി. കുരുത്തക്കേട് കാട്ടുന്നതൊക്കെ ആരാണ്? വിവരമില്ലാത്തവരല്ല, ഒക്കെ വിവരമുള്ളവരാ. എന്താ കാരണം? വിവരം സംരക്ഷിക്കപ്പെട്ടില്ല എന്നതാണ് കാരണം. എപ്പോഴാണ് ഇൽമ് സംരക്ഷിക്കപ്പെടാതിരിക്കുന്നത്? ഭൗതികമായ വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയമായ വിജ്ഞാനത്തിന് വളർച്ച ഉണ്ടായില്ലെങ്കിൽ ഇൽമ് സംരക്ഷിക്കപ്പെടുകയില്ല. ഞാനീ പറയണത് സുഹൃത്തുക്കളെ, ഹബീബിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഭൗതികമായ വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനത്തിന് വളർച്ച ഉണ്ടായില്ലെങ്കിൽ ഇൽമ് സംരക്ഷിക്കപ്പെടുകയില്ല. ഭൗതിക വിജ്ഞാനം കൂടി MBA കഴിഞ്ഞു, ആത്മീയ വിജ്ഞാനം 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ചോരുമ്പോൾ തൂങ്ങാണ് ഇപ്പോഴും. വെള്ളിയാഴ്ചത്തെ പള്ളിക്കത്തെ ഒരു വായതും കൂടിയും കേൾക്കൂല, ഇൽമ് സംരക്ഷിക്കപ്പെടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പഠിക്കാൻ വഴിയില്ലെന്ന് പറയാൻ പറ്റൂല. മൊബൈലില്ലാത്തൊരു മനുഷ്യനും ഇല്ലല്ലോ. മൊബൈലുണ്ടല്ലോ വയ്യ്, വേറെ ഒന്നും വേണ്ടല്ലോ. മൊബൈലില്ലാത്ത ആരുമില്ല. പഠിക്കണമെന്ന് വിചാരിച്ചാൽ വയ്യ് മൊബൈലിലുണ്ട്. അതിനകത്തൊന്നും പഠിക്കാൻ മാത്രം ഇല്ല എന്ന് തോന്നിയതാണ് നമുക്ക്. ഭൗതിക വിജ്ഞാനം എത്ര പുരോഗമിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം ഇങ്ങനെ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇൽമ് സംരക്ഷിക്കപ്പെടാതെ പോകും. കാരണം വിവരം ഇല്ലാത്തവൻ്റെ സംശയവും വിവരം ഉള്ളവൻ്റെ സംശയവും ഒരുപോലെ ആയിരിക്കൂല, വ്യത്യാസം ഉണ്ടാവും. ഇന്നലെ മിഞ്ഞാന്ന് എന്നോട് വാട്സപ്പിൽ ഒരാൾ ചോദിച്ചു, സുർക്ക കൂട്ടിയാലേ മൂത്രക്കടച്ചിലുണ്ടാവും. പെണ്ണുങ്ങൾക്ക് അസ്ഥി ഉരുക്കം, വെള്ളപോക്ക് എന്ന് പറഞ്ഞാൽ വയറ് കാളിച്ച എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും സുർക്ക കൂട്ടിയാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പരസ്പര എതിരായില്ലേ എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. ആർക്കേ ഈ ചോദ്യം വരുള്ളൂ? സുർക്ക കൂട്ടിയാൽ പെണ്ണുങ്ങൾക്ക് വയറ് കാളിച്ചുണ്ടാവുമെന്ന് പഠിച്ചോനെ ഈ ചോദ്യം വരുള്ളൂ, അല്ലാത്തതിന് വരില്ല. ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ചുള്ള ചോദ്യവും ഭൗതിക വിജ്ഞാനം കുറയുന്നതിനനുസരിച്ചുള്ള ചോദ്യവും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം കൂടണം. പറഞ്ഞതുകൊണ്ട് മറുപടി പറയാമെന്നുള്ളൂ. സുർക്ക കൂട്ടുന്നത് പഠിപ്പിക്കൽ ഇപ്പോഴത്തെ ഉദ്ദേശമല്ല. എന്നാലും ഒരു ഇഷ്കാലം ഉണ്ടാക്കിയിട്ടാൽ പിന്നെ മറുപടി പറയണമല്ലോ, അതുകൊണ്ട് പറയാമെന്നേ ഉള്ളൂ. ഇവിടുത്തെ ഉദ്ദേശം അതല്ല. ഉദ്ദേശം ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയത വളരണം. ചെറുങ്ങനെ മതി, വല്ല വലുപ്പമൊന്നും വേണമെന്നില്ല, ചെറുങ്ങനെ മതി. ഇന്നത്തെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇൻ്റെ ഉസ്താദ് എന്ന കാഴ്ചപ്പാടില്ല. ഇൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ആളില്ല, അത് വലിയ പ്രശ്നമാണല്ലോ. ഒരു ഇൻ്റെ ഉസ്താദ് പഴയ ആൾക്കാർക്കുണ്ടാവും. അപ്പം എനിക്ക് നല്ല പ്രായം ചെന്ന് മരണപ്പെട്ട ഒരു കുഞ്ഞാലനാജി എന്ന് പറഞ്ഞ ഒരാളെ പരിചയമുണ്ട്. മൂപ്പര് മരിക്കണത് വരെ മൂപ്പര ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. കുന്നത്തള്ളിയിലെ മഹമ്മൂലിയർ പറഞ്ഞ ആളാണ് മൂപ്പര ഉസ്താദ്. എന്ത് വിഷയം പറഞ്ഞാലും പറയും കുന്നത്തള്ളിയിലെ മഹമ്മൂലിയർ ഇങ്ങനെയല്ല പറഞ്ഞത് അറിയും. അതാണ് എൻ്റെ ഉസ്താദ് എന്ന ബോധം പുതിയ തലമുറക്കില്ല. എന്നാൽ എല്ലാവരും ഉസ്താദ്മാരല്ലേ? ആണ്.
ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 8ാം ക്ലാസ്സിൽ ആരെയാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ കണ്ണടച്ചാൾ അറിയും എന്നെ. ഇൻ്റെ ഉസ്താദ് ഇല്ല, ഇൻ്റെ ഉസ്താദ് എന്നൊരാളില്ലാതായി. അത് വലിയൊരു വിഷയം തന്നെയാണ്. അതുണ്ടാവണം. പഴയ തലമുറക്കുണ്ട്. ഏത് കന്നൂട്ടുകാരനാണെങ്കിലും ഒരു ഫത്വൽ മൊയ്ൻ 10 പേജ് ഓതാത്ത ആരും പഴയ തലമുറയിലില്ല. ഓൽക്കൊരു ഇൻ്റെ ഉസ്താദും ഉണ്ടാവും. ഏത് തെങ്ങമ്മക്കാരൻ ആളാണെങ്കിലും റിയാദുസ്സാലിയിൽ കുറച്ച് ഹദീസ് ഓതാത്ത ആരും ഉണ്ടാവില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരു 5ലെ സർട്ടിഫിക്കറ്റും ഒരു 7ലെ സർട്ടിഫിക്കറ്റും. മയ്യത്ത് നിസ്കാരത്തിന് 4ാമത് തക്ബീർ ഉണ്ട്. ഞാൻ എന്താണെന്ന് ഓർമ്മയില്ല എന്ന് മാത്രം. പഴയ തലമുറക്ക് ആ പ്രശ്നമില്ല. എന്താ കാരണം? ഇൻ്റെ ഉസ്താദ് ഉണ്ട്, തെറ്റിയെ പോയി ചോദിക്കാൻ പറ്റും. യാസീൻ ഓതുമ്പോൾ കാണാം പൊട്ടി തിരിച്ചമാതിരി തുടങ്ങിയോട് തന്നെ ഇൻ്റെ ഉസ്താദ് ഉണ്ടെങ്കിൽ ചെവിക്കിന് പിടിച്ച് തിരുമ്പും. അതില്ല, അതന്നെ പ്രശ്നം. യാസീൻ ഓതാൻ കഴിയൂല. മൊബൈലില്ലെങ്കിൽ കാണായിരുന്നു യാസീൻ. തീർന്നിട്ടൂല. അതന്നെ യാസീനോട് തീരണ്ടേ. കുറച്ചനെ കഴിഞ്ഞാൽ കാണാൻ ആയത്തുല്ലഹുമുൽ അർദുൽ മൈത്തത്തു കണ്ടെന്നെ. പിന്നെ ദേശമൊക്കെ ഒന്നാണ്ട് ജീവൻ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ കാണാൻ ആയത്തുല്ലഹുമുൽ അർദുൽ മൈത്തത്തു ഇങ്ങോട്ടന്നെ. ഇൻ്റെ ഉസ്താദ് ഉണ്ടെങ്കിലോ ചെവിയുടെ കുന്നിക്കിന് പിടിക്കും. അതന്നെ, ആ സാധനമില്ല. അപ്പം അതുകൊണ്ട് ഭൗതിക വിജ്ഞാനം എത്ര വളർന്നാലും ഒരു കുഴപ്പമില്ല, വളരെ നല്ലതാണ്. ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ചുള്ള സംശയങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ആ സംശയങ്ങൾ അപ്പോൾ തീർക്കാൻ പറ്റിയ ആളുണ്ടായിരിക്കണം. അതാണ് ഇൽമിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞത്. പറഞ്ഞതിൻ്റെ മറുപടി പറയാം. പറഞ്ഞതിൻ്റെ മറുപടി പറഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ എന്തുവാണെന്ന് വെച്ചാൽ ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും, ഇതൊരു പൊതുവായ തത്വമാണ്, ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും മറ്റെവിടേക്കും പോകുന്നതിന് മുമ്പ് ആ ഹദീസ് ഏതാണെന്ന് തന്നെ പരിശോധിക്കണം. ഫസ്റ്റ് അതാ വേണ്ടത്. എന്നിട്ടാണ് തത്തുല്യമായ ഹദീസുകളും അതിനെക്കുറിച്ച് അയിമ്മത്തുകൾ പറഞ്ഞ അഭിപ്രായങ്ങളും അങ്ങനെ പോകേണ്ടത്. ഈ ഹദീസ് ഏതാണെന്ന് ആദ്യം പരിശോധിക്കുക. കുട്ടികളാണ്, സാരല്ല. ഈ ഹദീസ് ആദ്യം പരിശോധിക്കുക. ഇതെന്താ സംഭവിച്ചാൽ വളരെ സ്വഹീഹ ഹദീസാണ്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നു. ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭാര്യയോട് ചോദിച്ചു, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അതിൽ ഭാര്യ പറഞ്ഞു, നബിയെ ഇവിടെ കഴിക്കാൻ പറ്റിയ ഒന്നുമില്ല പറഞ്ഞു. ഒന്നുമില്ലേന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഉണങ്ങിയ റൊട്ടി ഉണ്ട് പറഞ്ഞു. ഇന്നലത്തെ ഉണക്കി സൂക്ഷിക്കും, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണതിന് പകരം ഉണക്കി സൂക്ഷിക്കും. ഉണങ്ങിയ റൊട്ടി ഉണ്ട് പറഞ്ഞു. ഉണങ്ങിയ റൊട്ടി നല്ല പിന്നെ തിന്നാൻ പറ്റിയ സാധനമല്ല, കൊണ്ടുവരാറുണ്ട്. ഇതിക്ക് കൂട്ടാൻ തരുണ്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ കൂട്ടാനൊന്നുമില്ല. ഒന്നുമില്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സുർക്കുണ്ട് പറഞ്ഞു. അതിൽ പറഞ്ഞു, നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണല്ലോ കൊണ്ടുവരിക പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? വേറൊന്നുമില്ലെങ്കിൽ അത്രയേ ഉള്ളൂ സംഗതി. അത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എത്രയാണ്? വേറെ ഒന്നുമില്ലെങ്കിൽ സുർക്ക. അപ്പോൾ പെരയിൽ എപ്പോഴും സുർക്ക കുറച്ച് ഉണ്ടായാൽ നല്ലതാണ്. വേറെ കൂട്ടാനൊന്നുമില്ലെങ്കിൽ അച്ചാറ് തൊട്ടുകൂട്ടാൻ പറ്റും എന്നല്ലേ അതിന് കിട്ടണുള്ളൂ. ഇതാർക്കേ മനസ്സിലാവുള്ളൂ? സുർക്കൊണ്ട് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായ ആൾക്ക്. ഭൗതിക വിജ്ഞാനം വളരുമ്പോൾ സംശയങ്ങൾ കൂടും. അതുകൊണ്ട് ആത്മീയ വിജ്ഞാനത്തിൻ്റെ ടച്ച് വിടാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് മദ്രസയിലാണല്ലോ. ഇവിടുത്തെ 1ാം ക്ലാസ്സിൽ എൻ്റെ ഒരു ധാരണ അനുസരിച്ചൊരു 40 കുട്ടികൾ എന്തായാലും ഉണ്ടായിരിക്കും. ഇവിടെ 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ മിക്കവാറും +2 ഉണ്ടെങ്കിൽ എന്തായാലും 4 കുട്ടികളാണ് +2 ഉണ്ടാവുക. എൻ്റെ ഒരു ധാരണ പറയട്ടെ, ഞാൻ ചോദിച്ചിട്ടില്ല, അങ്ങനെയാണ് സ്വതവേ ഉണ്ടാവുക. കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ്. ഇന്ത്യയിൽ തന്നെ ഇല്ല, പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഇത്രേ, ഇപ്പം ഇല്ല. കേരളത്തിൽ കുട്ടികളെ മരണം വളരെയധികം കുറവാണ്. മരിച്ചു പോയതല്ല, പിന്നെന്തെന്നെയാണ്? വേണ്ടാന്ന് വെച്ചാൽ തന്നെയാണ്. 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ കുറേ ആൾക്കാർ വേണ്ടാന്ന് വെച്ചു. 7ലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഇനി ഏതായാലും വേണ്ട വെച്ചു. 10ലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ അപ്പോൾ വലിയ കുട്ടിയായി, ഇനി എന്തായാലും വേണ്ടാന്ന് തീരുമാനിച്ചു. വലിയ കുട്ടിയാവുമ്പോഴാണ് സംശയം കൂടുക. അപ്പത്തിന് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ മലബാർ ഏരിയയിലൊക്കെ മുമ്പ് ഈ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദ്മാർക്ക് തുണിയും കുപ്പായും കിട്ടുമായിരുന്നു. ഇപ്പോൾ കിട്ടലില്ല, മുമ്പ് കിട്ടിയിരുന്നു. ആ തുണിയും കുപ്പായം ആർക്കേ കിട്ടുള്ളൂ അറിയോ? ഒരു 8ാം ക്ലാസ്സിന് മേലെ പഠിപ്പിച്ച ഉസ്താദ്മാർക്കേ കിട്ടുള്ളൂ. എന്താ കാരണം? അതിനെയാണ് ഉസ്താദായി പരിഗണിക്കുന്നുള്ളൂ എന്നതാണ് കാരണം. ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ആൾക്കാരോട്
നിങ്ങളെ ഉസ്താദിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പഠിപ്പിച്ച ഉസ്താദിൻ്റെ പേര് പറയാനേ കഴിയുള്ളൂ. എന്താ കാരണം? അപ്പോഴാണ് ഞാനീ പഠിക്കണത് എനിക്കാണെന്ന് തോന്നുക. അപ്പോൾ അതിന് 2 സർട്ടിഫിക്കറ്റ് കിട്ടും. ഒന്ന് 5ലെ സർട്ടിഫിക്കറ്റും ഒന്ന് 7ലെ സർട്ടിഫിക്കറ്റും. അത് റബീഉൽ അവ്വൽ 12-ന് ഉസ്താദ്മാർ ഫ്രെയിം ചെയ്തിട്ടുണ്ട് തരും. കൊണ്ടുപോയാണ് തൂക്കിങ്ങാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. ഇതാണ് സംഭവം. ഇൽമ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം വളരണം. അതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. വായന അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം. ഇന്ന് ഓൺലൈനിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് കോഴ്സുകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എന്തായാലും പഠനം നിർത്തിയ കുഴപ്പമൊന്നുമില്ല. 3-ാം ക്ലാസ് മദ്രസയിൽ പോയി, 3-ാം ക്ലാസ് സ്കൂളിലും പോയി. അങ്ങനെ ഓന് മടാള വെച്ചിങ്ങനെ പൊന്ത വെട്ടി ഇങ്ങനെ വരികയാണ്. പൊന്ത വെട്ടാൻ പോയിട്ട് തൊടുക്ക് പൊന്ത വെട്ടാൻ പോയിട്ട് മടാളും കയ്യെ പിടിച്ചിട്ട് പൊന്ത വെട്ടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഓനോട് ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എടോ നീ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പൊന്ത വെട്ടി വരികയാണ്. അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചു. 3-ാം ക്ലാസ് മദ്രസയും 3-ാം ക്ലാസ് സ്കൂളും. ഓൻ്റെ അടുത്തുള്ള ആ മടാൾ ഇങ്ങോട്ട് നേരെ പിടിച്ചിട്ട് ദേശം അടുത്തേക്ക് പോവാ, തെളിവ് ഞാനൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാൻ അറിയും. ഓൻ്റെ ഈമാൻ പോവില്ല. വിവരമില്ലാത്തവൻ്റെ ഈമാനല്ല പോയത്, ഈമാൻ പോണത് വിവരമുള്ളവൻ്റെയാണ്. എന്തേ കാരണം? ഇൽമിൻ്റെ സംരക്ഷണം നടക്കാതെ പോയി. ഇൽമിൻ്റെ സംരക്ഷണം എന്നാൽ ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനത്തിൻ്റെ വളർച്ച ഇല്ലാതെ പോയതാണ്. അപ്പോൾ 1 ഈമാൻ്റെ സംരക്ഷണം, 2 ഇൽമിൻ്റെ സംരക്ഷണം, 3-ാമത്തേത് ശരീരത്തിൻ്റെ സംരക്ഷണം. മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതാണ്. ശരീരം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യക്കാരിൽ പെട്ട തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ്. വൃത്തി മാതാപിതാക്കൾ പഠിപ്പിക്കണം. എന്നാൽ വസ്വാസോട്ടാകാനും പറ്റൂല. വൃത്തി എന്നും പറഞ്ഞാണ്ട് ടാങ്കിത്തെ വെള്ളം മൊത്തം കഴിഞ്ഞ് കുളിച്ചപ്പോൾ അത് പറ്റൂല. അത് വസ്വാസ്, അത് വൃത്തിയല്ല. അതേസമയത്ത് വൃത്തി മക്കളെ മാതാപിതാക്കൾ പഠിപ്പിക്കണം. എങ്ങനെ വൃത്തി പഠിപ്പിക്കുക? വൃത്തി പഠിപ്പിക്കാനുള്ള ഏറ്റവും ഷോർട്ടായ മെത്തേഡ് ചെരിപ്പ് വൃത്തിയാക്കാൻ പഠിപ്പിക്കലാണ്. ചെരിപ്പ് വൃത്തിയുണ്ടെങ്കിൽ കാല് വൃത്തി ഉണ്ടായിരിക്കും, കാല് വൃത്തിയുണ്ടെങ്കിൽ ശരീരം വൃത്തി ഉണ്ടായിരിക്കും. ചെരിപ്പ് വൃത്തിയാക്കാൻ വേണ്ടി പഠിപ്പിക്കലാണ് ഏറ്റവും ഷോർട്ടായ വഴി. അപ്പോൾ ശരീരത്തിൻ്റെ സംരക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാക്കാൻ പഠിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ ആരും താഴത്തേക്ക് നോക്കണ്ട, എൻ്റെ മുഖത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ താഴത്തേക്ക് പോയിട്ട് എനിക്ക് ഇവിടുന്ന് പോകണ്ടേ? അത് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കിയാൽ മതി. നിങ്ങൾ നോക്കണം, പിന്നെ ഇപ്പോൾ നോക്കണ്ട, അവനെൻ്റെതെങ്കിലും നോക്കണം. ഇപ്പോൾ നോക്കണ്ട, പിന്നെ നോക്കിയാൽ മതി.